ചില ചരിത്രകഥകൾ കേട്ടാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും അല്ലേ? അതുപോലൊരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഒരു മരം, വെറുമൊരു മരം, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തലവിധി മാറ്റിയ കഥ. ദാ ഈ കാണുന്ന തീരം കണ്ടോ, എന്ത് ശാന്തമാണല്ലേ? പക്ഷേ ഏകദേശം ഒരു 300 വർഷം മുൻപ് ഇവിടം ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ഭയങ്കര പോരാട്ടത്തിന് വേദിയായിരുന്നു. ഒരു ചെറിയ രാജ്യവും ഒരു ലോകശക്തിയും തമ്മിൽ നടന്ന ഒരു പോരാട്ടം. അപ്പോ എന്തിനായിരുന്നു ഈ പോരാട്ടമെന്നല്ലേ? ഒറ്റ വാക്കിൽ പറയാം, സുഗന്ധവ്യഞ്ജനങ്ങൾ. നമ്മളിന്ന് നിസ്സാരമായി കാണുന്ന ഈ സാധനങ്ങൾക്ക് അന്ന് സ്വർണത്തെക്കാൾ വിലയുണ്ടായിരുന്നു. കുരുമുളകും ഏലവും കറുവപ്പട്ടയും ഒക്കെയായിരുന്നു യൂറോപ്യൻ വിപണിയിലെ സൂപ്പർ സ്റ്റാറുകൾ. അപ്പോ ഈ കച്ചവടം കൺട്രോൾ ചെയ്യാൻ വേണ്ടി രണ്ട് പ്രധാന ശക്തികൾ നേർക്കുനേർ വരികയായിരുന്നു. ഒരു സൈഡിൽ ലോകം മുഴുവൻ ബിസിനസ് നെറ്റ്വർക്കുള്ള ഭീമന്മാരായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, മറുവശത്തോ തെക്കു പതുക്കെ ശക്തി പ്രാപിച്ചുവരുന്ന നമ്മുടെ തിരുവിതാംകൂർ. മാർത്താണ്ഡവർമ്മയായിരുന്നു അന്നത്തെ രാജാവ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡേവിഡ് ഗോലിയാത്ത് പോരാട്ടം തുടങ്ങുകയായിരുന്നു അവിടെ. പക്ഷേ ഈ യുദ്ധത്തിന്റെ റിസൾട്ട് അത് ആരും പ്രതീക്ഷിച്ചൊന്നായിരുന്നില്ല. അതുതന്നെയാണ് കുളച്ചൽ യുദ്ധത്തെ ചരിത്രത്തിൽ ഇത്രയേറെ പ്രശസ്തമാക്കിയതും. അപ്പോ സംഭവം നടന്നത് 1741 ഓഗസ്റ്റിലാണ്. ഡച്ചുകാർ വന്ന് കുളച്ചലിൽ അവരുടെ ബേസ് ഉറപ്പിച്ചു. ഓഗസ്റ്റ് 10 ആയപ്പോഴേക്കും മാർത്താണ്ഡവർമ്മയുടെ സൈന്യം അറ്റാക്ക് തുടങ്ങി. അധികം വൈകിയില്ല, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരുവിതാംകൂർ സൈന്യം ഡച്ച് കോട്ട മൊത്തത്തിൽ വളഞ്ഞു. ഇനിയാണ് അസൽ ചോദ്യം. അക്കാലത്തെ ഏറ്റവും വലിയ നേവൽ പവറുകളിലൊന്നായ ഡച്ചുകാരെ തിരുവിതാംകൂർ സൈന്യം എങ്ങനെ തോൽപ്പിച്ചു? അവർക്കൊരു സീക്രട്ട് വെപ്പൺ ഉണ്ടായിരുന്നു. അവരുടെ തന്ത്രം ഭയങ്കര സിമ്പിൾ, പക്ഷെ ബ്രില്യന്റ് ആയിരുന്നു. പഴമക്കാര് പറയുന്നതനുസരിച്ച് മാർത്താണ്ഡവർമ്മ ഒരു സൂത്രം പ്രയോഗിച്ചു. കുറേ കരിമ്പനകൾ വെട്ടി അതിന്റെ തടികൾ പീരങ്കികളാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കടൽ തീരത്ത് നിരത്തിവെച്ചു. ദൂരെ നിന്ന് ഡച്ച് കപ്പലുകൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? തിരുവിതാംകൂറിന്റെ കയ്യിൽ എണ്ണിയാലൊടുങ്ങാത്ത പീരങ്കികളുണ്ട് എന്നൊരു തോന്നൽ. അതോടെ അവരുടെ പകുതി ധൈര്യം പോയി. യുദ്ധം കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ സൈന്യം പിടിച്ച യൂറോപ്യൻ തടവുകാരുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 24 പേർ. ഒരു ഏഷ്യൻ ശക്തി ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ച് ഇത്രയധികം തടവുകാരെ പിടിക്കുക എന്നൊക്കെ പറയുന്നത് അന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ. ആ തടവുകാരിലൊരാള്, അയാളുടെ ജീവിതം തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ വീണ്ടും മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. മാർത്താണ്ഡവർമ്മ പിടിച്ച തടവുകാരോട് വളരെ മാന്യമായാണ് പെരുമാറിയത്. അതിന്റെ ഫലമോ? അവരിൽ പലരും തിരുവിതാംകൂറിൽ തന്നെ താമസിച്ച് രാജാവിനെ സേവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പിടിക്കപ്പെട്ട ഡച്ച് കമാൻഡറായിരുന്നു യുസ്റ്റാക്കിയസ് ഡി ലെനോയ്. നോക്കണം, ഇന്നലെ വരെ മാർത്താണ്ഡവർമ്മയുടെ തടവുകാരനായിരുന്ന ആള് പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറി. ഡി ലെനോയുടെ വരവോടെ തിരുവിതാംകൂറിന്റെ മിലിറ്ററി ഹിസ്റ്ററി തന്നെ മാറി. അദ്ദേഹം യൂറോപ്യൻ സ്റ്റൈലിൽ ട്രെയിനിംഗ് കൊടുത്തു, ആർമിയെ മോഡേൺ ആയുധങ്ങൾ വെച്ച് സജ്ജമാക്കി, പുതിയ യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങൾ കാരണം തിരുവിതാംകൂർ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ മിലിറ്ററി ഫോഴ്സുകളിലൊന്നായി മാറി. ഇപ്പോ നമുക്ക് ആ യുദ്ധത്തിലെ യഥാർത്ഥ ഹീറോയുടെ അടുത്തേക്ക് തിരിച്ചുപോകാം. ആ കരിമ്പന. വെറും നാടോടിക്കഥയ്ക്കപ്പുറം ആ മരത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഗവേഷകർ കരിമ്പനിയെ വിശേഷിപ്പിക്കുന്നത് ഒരു സാംസ്കാരികമായി നിർണായകമായ ജീവിവർഗം എന്നാണ്. എന്താണതിന്റെ അർത്ഥം? അതായത് ആ പ്രദേശത്തെ ജനങ്ങളുടെ കൾച്ചറും ജീവിതവുമായി അത്രയധികം കെട്ടുപിണഞ്ഞുകിടക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ സസ്യമാണത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കരിമ്പന ഒരു മരമെന്നതിലുപരി അവിടുത്തുകാർക്ക് ഒരു ജീവിത രീതി തന്നെയായിരുന്നു. അതിൽ നിന്നായിരുന്നു അവർക്ക് ഭക്ഷണം കിട്ടിയിരുന്നത്. അതിന്റെ തടിയും ഓലയും കൊണ്ടാണ് വീടുണ്ടാക്കിയിരുന്നത്. അസുഖം വന്നാൽ മരുന്ന്, ജീവിക്കാൻ വേണ്ട വരുമാനം, പിന്നെ അറിവുകൾ എഴുതിവെക്കാനുള്ള താളിയോലകൾ വരെ എല്ലാം ഈ ഒരൊറ്റ മരത്തിൽ നിന്നായിരുന്നു. ജനനം മുതൽ മരണം വരെ ആ ജനതയുടെ ജീവിതം ഈ കരിമ്പനയുമായി ബന്ധപ്പെട്ടു കിടന്നു. അതായത് പനഞ്ചക്കര ഉണ്ടാക്കുന്നതു മുതൽ അവരുടെ കാവുകളിൽ ദൈവങ്ങളെ ആരാധിക്കുന്നതുവരെ എല്ലാത്തിനും ഈ മരം വേണമായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു അത്. അപ്പോ ഈ കുളച്ചൽ യുദ്ധം ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. അത് ആ നാടിന്റെ നീണ്ടു ചെറുത്തുനിൽപ്പിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന ഏട് മാത്രമായിരുന്നു. ഈ യുദ്ധം ലോകത്തിന് കൊടുത്തൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത് ഇതായിരുന്നു: യൂറോപ്യൻ ശക്തികളെ തോൽപ്പിക്കാൻ പറ്റും, അവർ അജയരൊന്നുമല്ല എന്ന വലിയൊരു സന്ദേശം. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപ് പോർച്ചുഗീസുകാരെ വിറപ്പിച്ച കുഞ്ഞാലി മരക്കാർമാരുടെ കാര്യമെടുക്കാം, അല്ലെങ്കിൽ പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പഴശ്ശിരാജയുടെ കാര്യമെടുക്കാം.
ഇവരെല്ലാം ഈ ധീരമായ പാരമ്പര്യത്തിന്റെ കണ്ണികളാണ്. അപ്പോ അവസാനം ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? സാമ്രാജ്യങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം പിടിച്ച് ഇവിടെ എത്തി. പക്ഷേ അവർക്കിവിടെ നേരിടേണ്ടി വന്നത് സ്വന്തം മണ്ണിനുവേണ്ടി ഏതറ്റം വരെയും പോരാടുന്ന, ഒരിക്കലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനതയെയായിരുന്നു.